ഒരൊറ്റ ഒരു ഭാഗം കാണിച്ചു തരാൻ അവർക്ക് സാധിക്കില്ല. ഞങ്ങളൊരു കാര്യം ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുണ്ട്. അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്തായിരുന്നു? കുറേ കാലം അവർ UDF പിന്തുണക്കും, അവർ BJP പിന്തുണക്കും, അവർ മാർക്സിസ്റ്റിനെയും പിന്തുണക്കും. ഞങ്ങൾ ഓരോരാളെയും നോക്കി പിന്തുണക്കും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് ഉത്തരവാദിത്വം ഞങ്ങൾക്കാർക്കും ഇല്ല. ഒരു ബന്ധം ഉണ്ടാക്കിയില്ല, ഇന്നേ വരെ ഒരു ബന്ധം ഉണ്ടാക്കിയില്ല. ഇതേവരെ ഈ നിമിഷം വരെ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ വർഗീയ ശക്തികളുമായിട്ട് ഒരു കൂട്ടും CPM ഉണ്ടാക്കിയിട്ടില്ല. ഇനി അതിനോട് സംശയം ഉണ്ടാകും. അതാ പറയാം, 40 കൊല്ലം എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധം പറയാണ്, നുണ പറയുക എന്നുള്ളതാണ്. നുണ പറയുന്ന രോഗമാണ് ഈ VD സതീശന്. ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നുണയാണ്, നുണരോഗം. എനിക്ക് മറവി രോഗം എന്നല്ല പറയുന്നത്, നുണരോഗം. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് നുണ പറയുക എന്നുള്ളതാണ് VD സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണി. ആളെ പറ്റിക്കാൻ തന്നെയാണ്, ആളെ പറ്റിക്കാൻ തന്നെയല്ലേ നുണ പറയുന്നത്. വേറെ ആരെങ്കിലും നുണ പറയും? അങ്ങനെ രാവിലെ പറയുന്ന നുണ ഉച്ചയാകുമ്പോഴേക്ക് മാറും ഒന്നിനും, പക്ഷേ ആ നുണ തിരുത്തൂല. അതുകൊണ്ട് നുണരോഗത്തിൻ്റെ വ്യക്താവായിട്ട് മാറിയിരിക്കുകയാണ് VD സതീശൻ എന്ന കോർഡിനേറ്റർ. ഒലിബി ഇവിടെ ഇനി ഒന്നും കൂടി പറഞ്ഞാലേ, ഒന്നും കൂടി അത് നിങ്ങൾ കൊടുക്കൂല. നിങ്ങൾ വെറുതെ ചോദ്യം ചോദിക്കുന്നത് വേറെ ആവശ്യത്തിനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കും നോക്കാനാ നാളെ. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇതാണ്, കോലീബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് VD സതീശൻ എന്നാണ്. മറവി രോഗം കൊണ്ട് ഇത് പറയാൻ പറ്റും. ഇതാ പറഞ്ഞത്. പിന്നെ നേരത്തെ ഇതും കൂടി പറഞ്ഞു, എന്നെപ്പറ്റി നുണരോഗമാണ്, ഞാനും പിണറായി വിജയനും ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധം, കളവ്. ആ കളവ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നുണരോഗം. അതാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ യഥാർത്ഥത്തിൽ VD സതീശൻ കൃത്യമായിട്ടുള്ള വർഗീയ അജണ്ടയാണ് കളിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹസ്ബൻഡാണ് ഇവിടെയുള്ളത്, ഈ വടകരയുള്ളത്.